നമസ്കാരം. ഇടത് ഭരണകാലത്ത് ശബരിമലയിൽ ആചാരലംഘനം നടത്തിയും മറ്റു പല വിധത്തിലും ഭക്തരെ ദ്രോഹിച്ചും എന്തൊക്കെ നാടകങ്ങളാണ് നടന്നതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കാണിക്കപ്പണത്തിലും അയ്യപ്പന്റെ സന്നിധിയിലെ സ്വർണത്തിലും വരെ ഇക്കൂട്ടർ വൻ കൊള്ള നടത്തി എന്നതാണ്. കഴിഞ്ഞ വർഷം ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ സ്വർണ്ണ പൂശാൻ വേണ്ടി ഇല്ലാത്ത കേടുപാടുകൾ ഉണ്ടാക്കി വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി ഫയലിൽ തിരുകി കയറ്റിയ വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. ഈ ഭീമമായ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നിർണായകമായ പല തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. 2019 നടന്നതിനേക്കാൾ വലിയ ഗൂഢാലോചനയും ഫയലുകളിലെ വലിയ കൃത്രിമത്വവുമാണ് കഴിഞ്ഞ വർഷത്തെ ഈ സ്വർണം പൂശൽ തട്ടിപ്പിൽ നടന്നിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിന്റെയും വലിയ ഉന്നതന്മാരുടെയും പൂർണ്ണമായ ഒത്താശയോടെയാണ് ഈ ഒരു കള്ളക്കളി നടന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊള്ളയുടെ ആസൂത്രണം എങ്ങനെയാണെന്നും കൂടി കേൾക്കണം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് ഈ ഒരു സ്വർണം പൂശൽ നടത്തിയത്. ഇത്തരം വലിയ ജോലികൾ ചെയ്യുമ്പോൾ കമ്പനി ഔദ്യോഗികമായി ബോർഡിന് വലിയ വാറന്റി നൽകണം. എന്നാൽ ഇവിടെ വാറന്റി ബോർഡിന് നൽകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. കാരണം കമ്പനിയുടെ വാറന്റി ഇല്ലെങ്കിലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ സ്വന്തം ചിലവിൽ വീണ്ടും സ്വർണം പൂശൽ നാടകം നടത്താൻ പറ്റൂ. ഇതിന്റെ മറവിൽ ഭക്തരിൽ നിന്നും വൻതോതിൽ പണപ്പിരിവ് നടത്താനുള്ള ശ്രമമാണ് ഇവർ അവിടെ ഒരുക്കിയത്. ഇതിനുള്ള കൃത്യമായ ആസൂത്രണം നടന്നതായി ദേവസ്വം ബോർഡ് യോഗത്തിലേക്ക് വന്ന റിപ്പോർട്ടുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. സെപ്റ്റംബർ 4 ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ 40 വർഷത്തെ വാറന്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതും പോറ്റിയുടെ ബംഗളൂരുവിലെ വിലാസത്തിൽ. ഈ സർട്ടിഫിക്കറ്റുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നോ ശബരിമല എന്നോ ഉള്ള ഒരു വാക്കുപോലുമില്ല. ഭൗതികമായി കേടുപാടുകൾ ഉണ്ടായാലോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തുടച്ചാലോ വാറന്റി കിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റിൽ കൃത്യമായി പറയുന്നുമുണ്ട്. അതായത് നാളെ എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ ദേവസ്വം ബോർഡിന് ആ കമ്പനിയെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഫയലുകൾ മുഴുവൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഒതുക്കി തീർത്തു. ഇവിടെയാണ് SIT ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത്. പണ്ട് 1998 പ്രശസ്ത വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ വൻതോതിൽ സ്വർണം പൂശിയ പാളികൾ സ്ഥാപിച്ചിരുന്നു. 1998 മുതൽ 2019 വരെ നീണ്ട 21 വർഷക്കാലം ആ സ്വർണ്ണപ്പാളികൾക്ക് യാതൊരുവിധ കേടുപാടുകളോ പൊട്ടലുകളോ സംഭവിച്ചിരുന്നില്ല. എന്നാൽ 2019 കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്താണ് സ്വർണം പൂശിയ പാളികളിൽ വെറും 3 കൊല്ലം കൊണ്ട് ഇത്രയും വലിയ പൊട്ടലുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വരുന്നത്. ഇതിനുള്ള ഉത്തരം തേടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ സ്വർണം പൂശലിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പാളികളിൽ നിക്കൽ തെളിഞ്ഞു കാണാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിക്കൽ പുറത്തു വരണമെങ്കിൽ ഭക്തർ കാണാത്ത ഏതോ ശക്തമായ കെമിക്കൽ അഥവാ രാസവസ്തു ഉപയോഗിച്ച് അത് തുടച്ചു മാറ്റണം. അതായത് സ്വർണം തനിയെ പൊട്ടിയതല്ല, മറിച്ച് ഇല്ലാത്ത പൊട്ടലും രാസവസ്തു ഉപയോഗിക്കലും ഫയലിൽ മാത്രം കൃത്രിമമായി ഉണ്ടാക്കി കോടികളുടെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ കൊള്ളയാണിത്. പിന്നീട് അയ്യപ്പ സംഗമത്തിന് ശേഷം 2019 ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞതോടെ PS പ്രശാന്ത് പ്രസിഡന്റായ പുതിയ ബോർഡ് ഈ പോറ്റി ഒഴിവാക്കി 2025 സ്വന്തം നിലയിൽ സ്വർണം പൂശുകയായിരുന്നു. പോറ്റി വലിയ കുഴപ്പക്കാരനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അന്നത്തെ സർക്കാർ എന്തിനാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയും കാലം മൂടിവെച്ചത്? ഇതിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഉന്നതർക്ക് വൻ പങ്കുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? ചുരുക്കത്തിൽ ശബരിമലയെ വെറും ഒരു വരുമാന മാർഗമാക്കി മാത്രം കണ്ട് അവിടുത്തെ വിശുദ്ധമായ സ്വർണത്തിൽ വരെ കൃത്രിമത്വം കാട്ടി കോടികൾ കൊള്ളയടിച്ച മുൻ ഇടതുപക്ഷ സർക്കാരിന്റെയും അവിടുത്തെ ദേവസ്വം ബോർഡിന്റെയും തനി നിറമാണ് ഇപ്പോൾ SIT അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മരിച്ചവർക്ക് അയ്യപ്പന്റെ മണ്ണിൽ വെച്ച് തന്നെ കനത്ത തിരിച്ചടിയാണ് കിട്ടി തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഭരണം മാറി പുതിയ UDF സർക്കാരിന്റെ കീഴിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അതീവ ഗൗരവമുള്ള അന്വേഷണമാണ് നടക്കുന്നത്.